ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി ബിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നാണ് ഫൈനൽ സ്റ്റേജ് ആയിരുന്നത്. അപ്പം എക്സാം എഴുതിയിട്ടുള്ളവർ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കണം. അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. GK വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നല്ലപോലെ തല പുകഞ്ഞ് ആലോചിക്കേണ്ട നല്ലപോലെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം GK വിഭാഗമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മളിവിടെ നോക്കുന്നത് ഇന്നത്തെ എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. മലയാളത്തിൻ്റെ 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവയുടെ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. മലയാളം അത്യാവശ്യം നല്ലപോലെ ഈസി ചോദ്യങ്ങൾ തന്നെയാണ്. ഒരു 8, 9, 10 മാർക്കൊക്കെ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റണം. കാരണം അത്രയ്ക്ക് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒട്ടുമിക്കതും 99% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് മലയാളത്തിൽ സ്കോർ ചെയ്യാൻ പറ്റണമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് 10ന് എത്ര മാർക്ക് ലഭിച്ചെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ജനകനാണ്. ഓക്കെ, കിട്ടാവുന്നേ ഉള്ളൂ. ജനകനാണ്. ഓക്കെ, അപ്പോൾ തനയൻ, ആത്മജൻ, തനുജൻ ഇവയാണ് പുത്രൻ എന്ന പദത്തിൻ്റെ പദം. അടുത്തതാണ് തീ പ്ലസ് കനൽ എന്നത് ചേർത്ത് എഴുതുക. തീ പ്ലസ് കനൽ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, തീക്കനലാണ്. ഓപ്ഷൻ സി തീക്കനലാണ്. 93ാമത്തെ ചോദ്യമാണ്, 800 എന്ന പദം പിരിച്ചെഴുതുക. സ്ഥിരം കേൾക്കണയാണ് PSC ഇപ്പോൾ. 800, N + 100. ഓപ്ഷൻ ബി ആണ്. 94ാമത്തെ ചോദ്യമാണ്, കൂപമണ്ഡുകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? കൂപമണ്ഡുകം എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ലോകവിവരം ഇല്ലാത്തവൻ. ഓപ്ഷൻ സി ആണ്. 95, ഈ കൂപം എന്ന് വെച്ചാൽ എന്താണ്? കിണർ. ഓക്കെ, മണ്ഡുകം തവള, കിണറ്റി കിടക്കുന്ന തവള. ഏതാണ്? ലോകവിവരം ഇല്ലാത്തവൻ. അത്രയേ ഉള്ളൂ. 95ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രം ശരിയായി എഴുതിയിട്ടുള്ളൂ, അതേതെന്നാണ്? ഏതാണ് കറക്റ്റ് വരുന്നത്? ഏതാണ്? ലേഖകൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണോ? ലേഖകൻ. നിഘണ്ടുവിന് വേറെ ഗായാണ്, അതുപോലെ ശബ്ദത്തിന് വേറെ ദായാണ്, കൃത്യനിഷ്ഠത വേറെ ഡാണ്. 96ാമത്തെ ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഗുരുക്കൾ. ഓപ്ഷൻ സി, ഗുരുക്കൾ. 97ാമത്തെ ചോദ്യമാണ്, മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? മേഘം എന്താണ്? ദം, വാരിദം. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, വാരിദം ആണ്. 98ാമത്തെ ചോദ്യമാണ്, ദൃഢം എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതാനാണ്. ദൃഢം ഏതാണ്? ശിഥിലം. ഓക്കെ, ദൃഢീകരിക്കുക, ശിഥിലീകരിക്കുക. 99ാമത്തെ ചോദ്യമാണ്, രാജാവും ഋഷിയുമായവൻ എന്നത് ഒറ്റപ്പദമാക്കുക. കിട്ടാവുന്നേ ഉള്ളൂ. ഏതാണ്? രാജർഷി. ഓപ്ഷൻ ഡി, രാജർഷി. 100ാമത്തെ ചോദ്യമാണ്, സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? സുതൻ. ഓപ്ഷൻ ബി, സുധ. ഓക്കെ, ഓപ്ഷൻ ബി, സുധയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മലയാള ഭാഗത്തുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.